ശൂരപരാക്രമി, വേട്ടക്കാരിൽ വേട്ടക്കാരൻ, വേട്ടക്കാരിൽ വേട്ടക്കാരൻ, ഹംസരാജ എഴുന്നള്ളന്റെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നന്ദി രാജൻ. മന്ത്രി, നമ്മുടെ ഭരണത്തിൽ ഈ നാട്ടിലെ പ്രജകളെല്ലാം സന്തുഷ്ടരല്ലേ? പറയോ? അതെ രാജൻ, ഈ അങ്ങയുടെ ഭരണത്തിൽ എല്ലാ ആളുകളും വളരെ സന്തുഷ്ടരാണ്. നല്ല വാർത്ത, നല്ല വാർത്ത. നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ അച്ചിങ്ങ, മച്ചിങ്ങ, ക്യാരറ്റ്, വെളുത്തുള്ളി, സവാള ഇവയൊക്കെല്ലാം വില കൂടുതലാണോ വില കുറവാണോ? രാജൻ, അങ്ങയുടെ ഈ ഭരണത്തിൽ കാച്ചിങ്ങ, പീച്ചിങ്ങ, പൂച്ചിങ്ങ പോലത്തെ എല്ലാ പച്ചക്കറികൾക്കും വളരെ വിലക്കുറവാണ് രാജൻ, വളരെ വിലക്കുറവാണ്. നല്ല വാർത്ത, നല്ല വാർത്ത. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവർക്കുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ? രാജൻ, വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ക്രിക്കറ്റ് അതാ ആ ഗ്രൗണ്ടിൽ വളരെ നന്നായി പരിശീലനം നടത്തുന്നുണ്ട് രാജൻ. പിന്നെയും നല്ല വാർത്ത. അയ്യോ രാജാവേ, രാജാവിനെ കാണാൻ ഒരു കവി വന്നിരിക്കുന്നു. കവിയോ? മഹാകവി. മഹാകവിയോ? ആരത്? കവി വന്നാട്ടെ, രാജൻ വിളിക്കുന്നു. ഇത് കവിയല്ലോ, കവിതയല്ലേ? അല്ല രാജൻ, ഞാൻ കവി രവി. രവി രവി കവി. കവി രവി. ഓ, രവി കവി. രാജൻ, പറയൂ. എനിക്ക് രാജാവിനോട് പറയാനായിട്ടൊരു കവിത എഴുതി ഇഷ്ടപ്പെട്ടു. കവിത ഒന്നും വേണ്ട, കവിത ഒന്നും വേണ്ട. ഒരു യാത്രാ വിവരണം ആയിക്കോട്ടെ. ഓ, തീർച്ചയായും രാജൻ. അതിരാവിലെ ചായയും കുടിച്ചു ഞാൻ എന്റെ പൊന്നു രാജാവിനെ കാണാൻ ആലപാഞ്ഞു റോട്ടിലൂടെ ആഞ്ഞു പാഞ്ഞു വന്നു. അപ്പോഴതാ വീട്ടിൽ നിന്നൊരു കോൾ. ഞാൻ കോളെടുത്തു. അപ്പോൾ ഭാര്യ എപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞു. രാജാവിനെ കണ്ട് പട്ടും വളയും വാങ്ങാതെ ഞാൻ എങ്ങനെ വരും? താൻ ഫോൺ എടുത്തോ? ഫോൺ എടുത്തു ഞാൻ. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ എടുക്കാമോ? ഓപ്പോസിറ്റ് വന്ന വണ്ടിയും ഇതുപോലെ തന്നെ വന്നാലോ? ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് പ്രശ്നമാവും രാജു. പ്രശ്നമാണ്. ഇടിക്കും രാജൻ. അതെ. അല്ല, തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യയും 2 കുട്ടികളും. ഭാര്യയും 2 കുട്ടികളും. 2 കുട്ടികൾ. ഈ അപകടമുണ്ടായാൽ തന്റെ 2 കുട്ടികൾക്കും ഭാര്യയ്ക്കും ആരുണ്ടാവും? ഭാര്യ ഒന്നല്ല 2 രാജൻ. 2 ഭാര്യയോ? ഈ എനിക്ക് വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല രാജൻ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫോൺ വന്നാൽ ഫോൺ എടുക്കരുത് രാജൻ. എടുക്കരുത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർ ചേട്ടന്മാരെ, ഇപ്പോൾ നിങ്ങൾ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുവാണെങ്കിൽ തന്നെ തൊട്ടപ്പുറത്തേക്ക് ഒതുക്കിയിട്ട് ഫോൺ കോൾ എടുക്കുക, സംസാരിക്കുക. നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇല്ലേ? തന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ? ഒരു ഭാര്യയും 2 മക്കളും. ഈ ഒരു ഭാര്യയും 2 മക്കളും അനാഥരാവില്ലേ? ആവില്ലേ? ആവും രാജൻ. അപ്പോ അത് സൂക്ഷിക്കുക. കവി പൊക്കോളൂ. പഠനം പോവാം, മന്ത്രിക്കും പോവാം. ഇത്തിരി നേരം വെറുതെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇത് എവിടെ ഇവനെ പോയിട്ട് കുറെ നേരമായില്ല. എടാ, നീ ഇത് എവിടെ പോയി അതെ, ഞാൻ പൊട്ടിക്കാം. അയ്യോ, ആശാൻ പൊട്ടിക്കണം. ഷാൻ പൊട്ടിച്ചേ. ബഹുമാനമുണ്ട്. ആശാനോട് സ്നേഹമുള്ളവരാണ്. ഞാൻ കുടിച്ചാ ആശാൻ കുടിക്കണെന്തിനാണ്? എല്ലാം കുടിച്ചാ എങ്ങനെ? കൊള്ളാം കൊള്ളാം. നീ പറഞ്ഞിരിക്കോ? നീ കുടിക്കണ അത് വേണോ? കുടിച്ചോ?
പക്ഷെ പതുക്കെ ഫിറ്റായ നല്ല ഫിറ്റായ എടാ, ഒരെണ്ണം കൂടി ഒഴിക്കും. ഓക്കെ. ആശാനെ നമ്മളെ നമ്മളിനി ഇതിൽ എങ്ങോട്ടാ പോണ ആശാനെ? നമ്മളാ എടാ കൊച്ചിക്കാണാ ആശാനെ? ഞാൻ ഓടിച്ചാലോ? നീ ഓടിച്ച ശരിയാവൂല. അല്ല ആശാനെ, ആശാൻ പഠിപ്പിച്ചല്ലേ, ഞാൻ ഓടിക്കാണ്. വേണ്ട, നീ ഒരെണ്ണം ഒഴിക്കും. ഒന്നും വിളിക്കാം. ഒരെണ്ണം നീയും കുടിച്ചോ, ഒരെണ്ണം നീയും കുടിച്ചോ. ഒരെണ്ണം നീയും കുടിച്ചോളാം ആശാനെ. ഇറങ്ങി താക്കോല് പതുക്കെ കൊടുക്കും. ആശാനെ ഞാൻ ഓടിക്കട്ടെ ആശാനെ? നല്ല ഫിറ്റാണ്. ഞാൻ ഓടിച്ചോളാം. അതിന്റെ കോൺഫിഡൻസ് ഉണ്ട് ആശാനെ എനിക്ക്. എടാ, എനിക്കാ കോൺഫിഡൻസ്. നീ ഓടിക്കോ. ആശാൻ ഞാൻ ഓടിക്കും. ആശാനെ പഠിപ്പിച്ചാരാണ്? ഈ കൈയല്ലേ? കൈയാണ് നിന്നെ പഠിപ്പിച്ചെങ്കിൽ നീ ഓടിക്കും. ഓടിക്കും. എടാ, നീ വണ്ടി ഓടിക്കും. വണ്ടി ഓടിക്കും. ഞാൻ കേറിയല്ല ആശാനെ. ആശാന്റെ അനുഗ്രഹം മേടിക്കണ. അയ്യോ ആശാനെ, ഇത് സ്റ്റിയറിംഗ് ഇല്ലല്ലോ. എടാ, സ്റ്റിയറിംഗ് എവിടാ? താക്കോലിട വണ്ടി താക്കോലിടാണെങ്കിൽ ആശാൻ മേടിക്കണ്ട. ഇത് എന്റെ കൈ മറക്കണല്ല, സ്റ്റിയറിംഗ് മറക്കണേ. എടാ, ഇത് പതുക്കെ ഓടിക്കും. ഞാനിത് കുടിക്കട്ടെ. ആശാനെ വലിച്ചു കാണില്ലല്ലോ. എടാ, ലൈറ്റ് ഡിമ്മുണ്ട്. ഡിമ്മ ബ്രൈറ്റ് ഇടറ. ആശാനെ ദൂരേന്ന് രണ്ട് ചെറിയ സ്പ്ലെൻഡർ വന്നിട്ടുള്ള ബൈക്ക് എടാ, അവരുടെ കൂടി നോക്കി എടുത്താലാ? ആശാൻ പഠിപ്പിച്ചില്ല, ഞാൻ മറന്നു. ആശാനെ സ്പ്ലെൻഡർ അല്ലട്ടോ, അതെ കണ്ണീര് വേണ്ടിയാണ്ടോ? മടിയിലോട്ട് കിടത്തും. എടാ മോനെ, എണീക്കടാ. ആശാന്റെ മോനെ എണീക്കടാ. ഞാനാണ് ഇവന് കുപ്പി മേടിച്ചു കൊടുത്ത്. വണ്ടി ഓടിക്കാൻ സ്റ്റിയറിംഗ് പിടിപ്പിച്ചു കൊടുത്ത കൈയാണിത് കിടക്കണത്. മോനെ, ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തവനെ മദ്യം മേടിച്ചു കൊടുത്ത് ഓടിപ്പിച്ചത് ഞാനാണ്. നിങ്ങളാരും ചെയ്യരുത്. മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. പൊന്നു മക്കളെ ഇങ്ങനെ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് വലുതാകണം. എനിക്ക് വിശന്നിട്ട് ആദ്യം ഇവര് കഴിക്കട്ടെ, എന്നിട്ട് വലുതാക്കാം. വിശപ്പ് നല്ല പൈസ ഉണ്ടല്ലോ. ഇന്നത്തെ 100 രൂപ പൈസ വല്ലവരുണ്ടോ? പൈസ ഇല്ലേട്ടാ. അതാ പൈസ ഇല്ലാത്ത പൈസ കൊണ്ട് നടക്കാറില്ല. ഞാൻ കേട്ടു. ആവശ്യത്തിനുള്ള പൈസ എടുക്കും, അതുള്ളു. പോകാനുള്ള യാത്രക്കുള്ള പൈസ. ബിരിയാണി വാങ്ങാറ്റില്ല. എന്റെ കാര്യങ്ങൾക്ക് കുറച്ച് പൈസ വേണ്ടി വരില്ല. നിങ്ങൾക്ക് ഇനി ആശാന് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് മതി വേറെ കാര്യങ്ങള്. ചേട്ടനല്ല, സാബു സാറേ, എട്ടിച്ചിറ സാബു സാറേ, പോയി ബിരിയാണി മേടിച്ചോളാ. പൈസ ചിക്കൻ വേണോ? ചിക്കൻ ചൂടാ, ബീഫ് കുട്ടൻ പോയിട്ടാ. ഞാൻ പോയി കടയില. അച്ചമ്പറുണ്ടോ പപ്പറുണ്ടോ കഴിച്ചാ? ഇല്ല. അന്നവിടെ മാറി
മാറിക്കടാ. നീ കത്തി പിടി. പിടി. അവന് കത്തി പേടിയാ. ഏയ്. അയ്യോ എന്തായി കാണിച്ചത്? അയ്യോ ആ പ്ലാസ്റ്റിക് അങ്ങനെ എറിയാൻ പാടില്ല. നീ നോക്കിക്കേ. അയ്യോ ഇത് വൺ ടൈം പ്ലാസ്റ്റിക്കുകളാണ്. ചേട്ടന്മാരെ അതെ ഇതൊക്കെ വൺ ടൈം പ്ലാസ്റ്റിക്കുകളാണ്. അതെന്താ? അറിയില്ലേ ഈ വൺ ടൈം പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്നും നമ്മൾ ഭൂമിയെ കലിഞ്ഞ് ചേരില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ അനാവശ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ആ അതിനാണ് നമ്മുടെ സർക്കാർ നമുക്ക് കൃത്യമായിട്ട് വേസ്റ്റ് ബിന്നുകൾ നൽകിയിട്ടുള്ളത്. ഇതേ കണ്ടില്ലേ അരിക്കണതാണ് വേസ്റ്റ് ബിൻ. അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അത് തുറന്നു. തുറങ്ങോ പിന്നെ കണ്ടില്ലേ ഇതിനൊക്കെ അവിടെ കേട്ടോ. സംസാരിക്കപ്പെട്ട് ഞാൻ പൊക്കട്ടെ കത്തി പ്രശാന്ത് അവന്റെ താടി കണ്ണ് കാക്കണം. ആശാരെ കണ്ണൂർക്ക് നോക്കണം. മൂക്കി പൊടിച്ചാളാ രണ്ട് കണ്ണും. ആശാനോട് ആരാന്നാ ഇത് ആരാന്നറിയാടാ നിനക്ക്? പറഞ്ഞു കൊടുക്കും ആശാനെ. സാബു വെട്ടിച്ചിറ സാബു. എന്താ ചേട്ടാ കാര്യം? ഒരു 100 ഉണ്ടോ? 100 ഇല്ല. അതാ നിന്റെ 100 ഇല്ലാത്ത. ഞാൻ കാശ് കഴിക്കും നടക്കാറില്ല. പൈസ ഇല്ലാണ്ടാ റോട്ടിലാണ് കിടക്കണത്. ചേട്ടാ കാശ് കഴിക്കും നടക്കാറില്ല. നിന്റെ കോലം മുട്ട കണ്ടു കഴിഞ്ഞാൽ 10,000 കൈക്കൊണ്ട് നടക്കുന്ന ആളെ പോലെ ഉണ്ടല്ലോടാ. ചേട്ടാ ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ടിലാണ് പൈസ. ഇത് ഡിജിറ്റൽ ഇന്ത്യ ആയില്ല ചേട്ടാ. ചേട്ടനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഡിജിറ്റൽ ഇന്ത്യ. ആ അതെ ഒരു കാര്യം ഞാൻ എന്റെ കയ്യിൽ പൈസ കൊണ്ട് നടക്കാറില്ല. കയ്യിൽ പൈസ കൊണ്ടൊന്നും നിങ്ങളെ പോലുള്ള കള്ളന്മാർ വന്ന് അടിച്ചോണ്ട് പോകൂലേ? ഞങ്ങൾക്കത് പേടിക്കണോ? കള്ളന്മാരല്ല കൊള്ളക്കാർ. ആ അതെ ചേട്ടൻ ആദ്യം ഒരു കാര്യം ചെയ്യും. ഈ ഡിജിറ്റൽ ഇന്ത്യ എന്താന്ന് കേട്ടിട്ടുണ്ടാ? അത് ചേട്ടൻ ആദ്യം ചേട്ടന്റെ കയ്യിൽ ആദ്യം ചേട്ടന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. എന്നിട്ട് അത് ആധാറായിട്ട് ലിങ്ക് ചെയ്യണം. ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കണം. ലിങ്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതാ നോക്ക് ഇത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം. എന്താ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം. ഇതിപ്പോ കടക്കാർക്കും വേണ്ട. ഇത് എല്ലായിടത്തും ഉണ്ടെന്ന് നമ്മുടെ രാജ്യം അങ്ങോട്ട് വികസിച്ചില്ലേ? അപ്പോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇത് വെച്ച് നേരിട്ട് ചേട്ടാ ഇത് വെച്ച് ചേട്ടന് ദൂരെ ചേട്ടൻ എവിടെയുള്ള ലോകത്തെ എവിടെയുള്ള ആൾക്കാണെങ്കിലും പൈസ അയക്കാം. അതെ കരിക്കടയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്ത് കരിക്കിന് ഇത് QR കോഡ്. അതിനൊരു കോഡുണ്ട്. ആ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പൈസ അയക്കാന്ന്. ഈ ഫോണിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കാശ് അയക്കാം. അത് ഈ ഫോണിന്റെ അകത്ത് കാശുണ്ടോ? അല്ല ബാങ്ക് അക്കൗണ്ടിൽ കാശുണ്ട്. അത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൊക്കോളൂന്നേ. ഇതാണ് ചേട്ടാ ഡിജിറ്റൽ ഇന്ത്യ. ഒരു മുന്തിയനം QR കോഡ് നോക്കി നമ്മക്കും മേടിക്കണം. നീ പോടാ ബാങ്ക് അക്കൗണ്ട് ബാങ്കിലേക്ക് പോണ്ടേ? ബാഗ് എടുത്ത് നോക്കുന്ന സമയം കളയാ.